ട്രേഡേഴ്സ്. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ നമുക്കറിയാം, ഇത് ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇന്ത്യൻ ബ്രോക്കറാണ്. അപ്പോൾ ഇത് നമുക്ക് ITR ഒക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ തന്നെ ഇന്ത്യൻ ബ്രോക്കർ ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് അണ്ടറിലാണ്, ഇത് ലീഗലുമാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്യാൻ മാത്രമല്ല, കൂടാതെ തന്നെ ഗോൾഡ് ട്രേഡ് ചെയ്യാം, സിൽവർ ട്രേഡ് ചെയ്യാം, കൂടാതെ തന്നെ US സ്റ്റോക്കുകളൊക്കെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇവിടെ മാർക്കറ്റിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. മാർക്കറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴേക്ക് കാണാൻ സാധിക്കും പല US സ്റ്റോക്കുകളെല്ലാം തന്നെ ഇവിടെ കാണാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഓരോരോ US സ്റ്റോക്കുകളെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. താഴേക്ക് വരാം. ഇവിടെ ഓരോരോ US സ്റ്റോക്കുകളെല്ലാം തന്നെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ന്യൂവിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഓരോരോ കറൻസി പെയർസും ഓരോരോ US സ്റ്റോക്കുകളെല്ലാം തന്നെ. ഇതിലാദ്യം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മെറ്റൽ ടോക്കൺസ് എടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി തന്നെ ഇവിടെ XAU USD കാണാം, PXG USD കാണാം. ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണമുള്ളതാണ് ഗോൾഡ് എന്ന് പറയുന്നത്. രണ്ടാമത് അവസാനം കാണുന്നത് സിൽവർ USD ആണ്. ആദ്യത്തെ രണ്ടെണ്ണം ഗോൾഡാണ്. അപ്പോൾ നമുക്ക് ഗോൾഡ് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിലൂടെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ്, ആദ്യത്തെ രണ്ടെണ്ണമാണ് ഗോൾഡ്, രണ്ടാമത് ഉള്ളത് സിൽവർ ആണ്. പിന്നെ നമുക്ക് അടുത്ത ടാബിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാം US സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പരിചയമുള്ള US സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഇത് ഗൂഗിൾ USD ആണ്, ഇത് ടെസ്ലയാണ്, ഇത് ആപ്പിളാണ്. അങ്ങനെയുള്ള പല US സ്റ്റോക്കുകളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിവിടെ ഈ ആപ്പിളിനെ ഞാൻ ബുക്ക് മാർക്ക് ഫേവറേറ്റിലേക്ക് ആഡ് ചെയ്തു, ഗൂഗിളിനെ ഫേവറേറ്റിലേക്ക് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ വാച്ച് ലിസ്റ്റ് നോക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും, നമ്മുടെ ഇന്ത്യൻ ബ്രോക്കർ പോലെ തന്നെ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ മാർക്കറ്റിൽ പോയതിന് ശേഷം ഇവിടെ നമ്മൾ മെറ്റൽ സ്റ്റോക്കുകളിൽ ആദ്യത്തെ ഗോൾഡിനെ ഞാൻ ഈ ഒരു PXG USDനെ ആഡ് ചെയ്തു, സിൽവറിനെ ആഡ് ചെയ്തു, US സ്റ്റോക്കുകൾ. പിന്നെ നമുക്കറിയാറുള്ള തന്നെ ബിറ്റ് കോയിനെല്ലാം തന്നെ ഇതിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഒക്കെ സാധിക്കും. ഇതിന് ശേഷം നമ്മൾ ഫ്യൂച്ചറിലേക്ക് വന്നതിന് ശേഷം നമ്മളുടെ ഈ ബിറ്റ് കോയിൻ പോലെയുള്ള നമ്മളുടെ ആ ഒരു നേരത്തെ ബുക്ക് മാർക്ക് ചെയ്ത ആ ഒരു ഫ്യൂച്ചറിലേക്ക് മാറണമെങ്കിൽ നമ്മൾ ഫ്യൂച്ചർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് താഴേക്ക് വന്ന് നമ്മൾ ഇവിടെ നേരെ വാച്ച് ലിസ്റ്റിൽ പോയതിനു ശേഷം നമുക്കിപ്പോൾ ഈ ഒരു PXG USD ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. 4241 US ഡോളറിനാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രേഡ് ചെയ്യുകയും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ഈ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ലോങ് ഷോർട്ട് നമുക്ക് ഗോൾഡിന് ഷോർട്ട് സെല്ലും ചെയ്യാൻ സാധിക്കും, കൂടാതെ തന്നെ ബൈ ചെയ്യാനും സാധിക്കും. ഇത് പെർപെച്വൽ കോൺട്രാക്റ്റ് ആണ്, ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ്, പ്രത്യേക എക്സ്പയറീസ് ഒന്നും തന്നെ ഇല്ല. 4240 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഗോൾഡ് സ്പോട്ടിനെയാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഇവിടെ XAU USD ഇതാണ് ഗോൾഡിൻ്റെ സ്പോട്ട് ഉള്ളത്. ഇതേ ഗോൾഡിൻ്റെ പ്രൈസ് തന്നെയാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചാർട്ടും മറ്റുള്ള പഠനങ്ങളെല്ലാം തന്നെ ഈ നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ നടത്താം. ഇവിടെ നമുക്ക് ലെവലുകളെല്ലാം തന്നെ മാർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ ഈ ചാർട്ടിലും നമുക്ക് പഠനം നടത്താം. പല ആളുകളും ട്രേഡിംഗ് വ്യൂ ആയിരിക്കും കംഫർട്ടബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ XAU USDയിൽ ഒരു നല്ല എൻട്രി കിട്ടുന്ന സമയത്ത് അവിടെ നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കും. എനിവേ ഞാനിപ്പോൾ ഇവിടെ ലോങ് പോകണമെങ്കിൽ നമ്മൾ ലോങ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലിമിറ്റ് പ്രൈസിലും മാർക്കറ്റ് പ്രൈസിലൊക്കെ ഓർഡർ പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ലിമിറ്റ് പ്രൈസിൽ ഓർഡർ പ്ലേസ് ചെയ്തു. ഇപ്പോൾ ജസ്റ്റ് കാണിക്കാനായിട്ടുള്ളൊരു ഉദ്ദേശത്തിലാണ്. ഇപ്പോൾ 4220 നമുക്കിവിടെ ഇപ്പോൾ സ്പോട്ട് 4238 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ 4220 നമുക്ക് ഒരു ടാർജറ്റും നമുക്ക് സ്റ്റോപ്പ് ലോസുകളും വെക്കാൻ സാധിക്കും. ചാർട്ടിലും നമുക്ക് പ്ലോട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ലിവറേജുകൾ അപ് ടു 100x വരെ ലിവറേജ് കിട്ടും. 100x ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. 100x ക്യാപിറ്റലിൻ്റെ 100 മടങ്ങ് വരെ നമുക്ക് ലിവറേജ് കിട്ടും. അതിനുശേഷം എത്ര % യൂസ് ചെയ്യണം എന്നുള്ളത് ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ലോട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ലോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കും ഒരു ലോട്ട് എന്ന് പറയുന്നത് 0.0001 PX ആണ്. അതിനർത്ഥം ഇപ്പോൾ നമ്മളൊരു 100 ലോട്ട് നമ്മൾ എടുത്തു എന്ന് കരുതുക. ഇപ്പോൾ ഞാനിപ്പോൾ ലോട്ടിലേക്ക് മാറ്റി ഇവിടെ 100 ലോട്ട് ആണ് എടുത്തിട്ടുള്ളതെന്ന് കരുതുക. അതിനുശേഷം സ്പോട്ട് ഗോൾഡ്
10 പോയിന്റ് മൂവ് ചെയ്താൽ $1 ആയിരിക്കും പ്രോഫിറ്റ്. നമുക്ക് നമ്മളുടെ വ്യൂ അനുസരിച്ച് $100 എടുത്ത് ഒരു 10 പോയിന്റ് 4241 നിന്ന് 4251 10 പോയിന്റ് ഗോൾഡ് മൂവ് ചെയ്യുമ്പോൾ $1 ആയിരിക്കും നമുക്കിവിടെ പ്രോഫിറ്റ് ഉണ്ടാവുക. അതല്ല നിങ്ങൾക്ക് അവിടെ ലോട്ട് മാറ്റി 1000 ലോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 1 പോയിന്റ് ഗോൾഡ് മാറുമ്പോൾ 1 പോയിന്റ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമ്മളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇതനുസരിച്ച് നമുക്ക് ലോട്ട് സൈസുകളെല്ലാം തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 100x വരെ നമുക്കിവിടെ ലിവറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട അതേ ബുക്ക് മാർക്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഗൂഗിൾ USDയും ഇതേ അവസ്ഥ തന്നെയാണ്. 380 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ലിവറേജ് നമുക്ക് 20x വരെയാണ് നമുക്ക് ലിവറേജ് കിട്ടുന്നത്. അപ്പോൾ ടോക്കൺ അനുസരിച്ച് ലിവറേജുകളെല്ലാം തന്നെ മാറ്റം വരും. അപ്പോൾ പല ആളുകളും ഈ ഗോൾഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് ഇനിയിപ്പോൾ ഇവിടെ ബുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സിൽവറിന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ സിൽവർ USD വരും. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഗോൾഡിൽ നിന്ന് സെർച്ച് ചെയ്തു. ഗോൾഡിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ XAUT USD ഉണ്ട്, PXG USD ഉണ്ട്. രണ്ടും ഒരേ ഇത് തന്നെയാണ്. ഗോൾഡിൻ്റെ അണ്ടർലൈങ് അസറ്റ് തന്നെയാണ് ഉള്ളത്. അതായത് സ്പോട്ട് ഗോൾഡ് മുകളിലേക്ക് പോകുമ്പോൾ അതേ ഇമ്പാക്റ്റാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് ഇവിടെ ലോങ് പോകാം, ഷോർട്ട് പോകാം. ഇപ്പോൾ ലോങ് പോയി 100x വരെ നമുക്ക് ലിവറേജുകൾ ഇവിടെ കിട്ടുന്നുണ്ട്. അതിനുശേഷം ലോഡ് സൈസ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ലോഡ് സൈസ് നമുക്ക് എടുക്കാം. പിന്നെ നമുക്കിവിടെ ലിമിറ്റ് പ്രൈസിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്രോക്കറേജ് താരതമ്യേന കുറയും. മാർക്കറ്റ് പ്രൈസിനേക്കാളും ലിമിറ്റ് പ്രൈസിൽ ചെയ്യുകയാണെങ്കിൽ ബ്രോക്കറേജ് താരതമ്യം കുറയും. അപ്പോൾ ഇത് നമ്മൾ ലൈവായിട്ട് ട്രേഡ് എടുക്കുന്നതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് പല സമയങ്ങളിലായിട്ടും നമ്മുടെ ചാനലിലുണ്ട്. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്ന ഇതും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ ഉണ്ട്. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ കാണിക്കാം. ഇപ്പോൾ ലോട്ട് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ 100 ലോട്ട് എടുത്തു. ജസ്റ്റ് ഫോർ എക്സാമ്പിളിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ലിമിറ്റ് സെറ്റ് ചെയ്തു. ലോങ് ആണ് നമ്മൾ പോകുന്നത്. ലോങ് പോയി ലിമിറ്റ് ബെസ്റ്റ് ബിഡ് എടുത്തു. ലോട്ട് 100 എടുത്തു. ലിവറേജ് ഞാനൊരു 50% യൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ കാണാം $14 വേണ്ടത് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ഓക്കെ ഇവിടെ ലിമിറ്റ് പ്രൈസ് ഇവിടെ കൊടുക്കണം. ലിമിറ്റ് പ്രൈസ് 4245 ഇപ്പോൾ ഉള്ളത്. 4244 കൊടുത്തു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ എസ്റ്റിമേഷനും പേ ഓഫ് ചാർട്ടൊക്കെ കാണിക്കും. ഞാൻ ജസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ പൊസിഷനിൽ ആ ഒരു ഓർഡർ ഇവിടെ പൊസിഷനിൽ വരുമ്പോൾ നമുക്കിവിടെ പൊസിഷനിൽ ഇവിടെ കൃത്യമായിട്ട് കാണിക്കും. ഇപ്പോൾ ആ ഓർഡർ എക്സിക്യൂട്ട് ആവുന്ന സമയത്ത് നമുക്കിവിടെ താഴെ പൊസിഷനിൽ വരും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ പൊസിഷനിൽ കാണിക്കും. ഇനി അതുപോലെ തന്നെ ബിറ്റ് കോയിൻ്റെ എല്ലാം തന്നെ ഓപ്ഷൻ കോൺട്രാക്റ്റുകളെല്ലാം തന്നെ നമുക്കിവിടെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. ബിറ്റ് കോയിൻ്റെ ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ട്രാറ്റജി ബിൽഡർ ഉണ്ട്. നമ്മൾ സാധാരണ തന്നെ ബിയർ കോൾ സ്പ്രെഡ്, ബുൾ കോൾ സ്പ്രെഡ് തുടങ്ങിയ സ്ട്രാറ്റജീസ് നമുക്കിവിടെ ബിറ്റ് കോയിനിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അതിനെ സംബന്ധിച്ചുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ നമുക്ക് ഗോൾഡും സിൽവറും ട്രേഡ് ചെയ്യാൻ സാധിക്കും. കൂടാതെ തന്നെ നമുക്ക് US ടോക്കൺസ് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മളുടെ ഈ ഒരു ഓപ്ഷൻ സ്ട്രാറ്റജീസ് ഇവിടെ ഓൾറെഡി തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് ചെറിയ ക്വാണ്ടിറ്റി വെച്ച് നമ്മളിന്ന് ട്രേഡ് ചെയ്യാൻ നോക്കാം. ഇവിടെയാണ് നമ്മുടെ പൊസിഷനിൽ ഇപ്പോൾ നേരത്തെ കൊടുത്ത പൊസിഷൻ ഓപ്പൺ ഓർഡറിലാണ് കിടക്കുന്നത്. ലിമിറ്റ് പ്രൈസ് 4244 നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണ് ആ ഒരു നമ്മളുടെ ആ ഒരു പ്രൈസ് എത്തുന്നത് അപ്പോൾ മാത്രമാണ് ഇപ്പോൾ ട്രേഡ് ഇനീഷ്യേറ്റ് ആകുന്നത്. നമുക്ക് വീണ്ടും ആ ഒരു ഗോൾഡ് ആ ഒരു ഓർഡറിലേക്ക് പോകാം. PXC USD ആണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ 4246 നമ്മളുടെ 4244 നമ്മുടെ ഓർഡർ ഉള്ളത്. അപ്പോൾ ഇവിടെ കാണാം 4244 ഓർഡർ ഉണ്ട്. ഇവിടെ നമുക്ക് ഈ ഓർഡർ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വെക്കാം. 4244 ഇപ്പോൾ ടേക്ക് പ്രോഫിറ്റ് SL ടേക്ക് പ്രോഫിറ്റ് 4244 നമ്മൾ എൻ്റർ ചെയ്യുന്നത്.
അതിനുശേഷം നമ്മുടെ പ്രോഫിറ്റ് 4242.80 വേണമെങ്കിൽ ഞാനിവിടെ സിംഗിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടേക്ക് പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസ് ഓർഡറും ഇവിടെ കൃത്യമായിട്ട് തന്നെ വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ സാധാരണ MT5-ലെല്ലാം തന്നെ ട്രേഡ് ചെയ്യുന്ന അതേ എഫക്റ്റ് ഇവിടെ ഉണ്ടാവും. ഇനി ഓർഡർ ക്യാൻസൽ ചെയ്യാം. ഓർഡർ ക്യാൻസൽ ചെയ്യുന്നതിന് വേറെ നമ്മൾ ഇന്ത്യൻ ബ്രോക്കർ പോലെ ചാർജസോ കാര്യങ്ങളോ തന്നെ ഇല്ല. അപ്പോൾ ഇതുപോലെയാണ് ലോങ് ഓർഡറുകൾ പ്ലേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഷോർട്ടും ചെയ്യാൻ സാധിക്കും. ഗോൾഡ് ബൈ ചെയ്യാനായിട്ട് നമുക്ക് ചാർട്ടിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഞാനിപ്പോൾ ബൈ ചെയ്യുമ്പോൾ ഇവിടെ തന്നെ ടേക്ക് പ്രോഫിറ്റ് കാണിക്കും. ടേക്ക് പ്രോഫിറ്റും അതുപോലെ തന്നെ SL-ഉം വെക്കാം. ടേക്ക് പ്രോഫിറ്റ് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഈ ചാർട്ടിൽ തന്നെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ അതിനുശേഷം എക്സിക്യൂട്ട് ആകുമ്പോൾ ഓൾറെഡി തന്നെ എക്സിക്യൂട്ട് ആവും. ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ സെർച്ച് ചെയ്ത് ഗോൾഡിൽ നിന്ന് സെർച്ച് ചെയ്താൽ ഗോൾഡിൻ്റെ ടോക്കൺസ് കിട്ടും. സിൽവറിന് സെർച്ച് ചെയ്താൽ സിൽവറിൻ്റെ ടോക്കൺസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. കൂടാതെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മാർക്കറ്റിൽ പോയതിനു ശേഷം ഇവിടെ US സ്റ്റോക്ക് ടോക്കണിന് സെർച്ച് ചെയ്യുമ്പോൾ US സ്റ്റോക്കുകളെല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഡെൽറ്റയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ യൂസ് ചെയ്യുക. അപ്പോൾ അടുത്ത ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.